പനയമ്പാടത്ത് 4 വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത അപകടത്തിന് കാരണമായ ലോറിയുടെ ഡ്രൈവറും ക്ലീനറും മദ്യപിച്ചിരുന്നോ എന്നും പരിശോധിക്കും. കാസർഗോഡ് സ്വദേശികളാണ് ഡ്രൈവറും ക്ലീനറും. മഹേന്ദ്ര പ്രസാദ് എന്നയാളാണ് ലോറിയുടെ ഡ്രൈവർ. വർഗീസ് എന്നയാളാണ് ക്ലീനർ. ഇരുവരും പരിക്കുകളോടെ പാലക്കാട് മദർ കെയർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇരുവരെയും ചോദ്യം ചെയ്തു. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ബ്രേക്ക് ചവിട്ടിയെങ്കിലും വാഹനം നിയന്ത്രിക്കാനായില്ലെന്നും റോഡിൽ തെന്നലുണ്ടായിരുന്നുവെന്നുമാണ് ഡ്രൈവറുടെ മൊഴി. ചാറ്റൽ മഴയും റോഡിലെ തെന്നലും കാരണം വാഹനം നിയന്ത്രിക്കാനായില്ലെന്നും ഡ്രൈവർ വിശദീകരിച്ചു. ഇരുവരുടെയും രക്തസാമ്പിളുകളും ഉൾപ്പെടെ പരിശോധിക്കും. ഇതിനിടയിലാണ് റോഡാണ് വില്ലനെന്ന് നാട്ടുകാർ പറയുന്നത്. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണ്ട സ്ഥലമാണിത്. വാഹനം അമിത വേഗത്തിലായിരുന്നോ എന്നും ഡ്രൈവർ മദ്യപിച്ചിരുന്നോ എന്നും അന്വേഷിക്കും. അപകടം നടന്ന സ്ഥലത്ത് പോലീസും മോട്ടോർ വാഹന വകുപ്പും പരിശോധന നടത്തി. വാഹനത്തിലുള്ള ലോഡിന്റെ ഭാരം കൃത്യമായിരുന്നു. മുൻപ് ഇവിടെ അപകടങ്ങൾ നടന്നതിനാൽ IIT പഠന റിപ്പോർട്ട് വാങ്ങിയിരുന്നു. പനയമ്പാടത്തെ സ്ഥിരം അപകട വളവിലാണ് 4 വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്നത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇർഫാന, മിത, റിത, ആയിഷ എന്നിവരാണ് മരിച്ചത്. ഇതിന് പിന്നാലെ നാട്ടുകാർ ഇന്നലെ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചിരുന്നു. പ്രശ്നപരിഹാരം കാണാമെന്ന പാലക്കാട് ADMന്റെ ഉറപ്പിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ലോറി ഡ്രൈവർക്കുൾപ്പെടെ നേരിയ പരിക്കുണ്ട്. വർഗീസിന്റെ കാലിന് പൊട്ടലുണ്ട്. മഹേന്ദ്ര പ്രസാദിന്റെ പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു.